നമ്മൾ ടാംസൂയി വന്നിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുന്നത് ട്രാൻസ്ഫോമേഴ്സിലെ ബംബിൾ ബി ആണ്. സംഭവം ഈ കാണുന്നത് തായ്വാനിലെ പ്രസിദ്ധനായ ഒരു തുർക്കിഷ് ഐസ്ക്രീമാണ്. 6 ചാൻസാണ് ഉള്ളത്. അപ്പോൾ 6 ഇതും എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാലിക്കുള്ള നമ്മളുടെ സ്വപ്ന യാത്രയാണിന്ന്. ടാംസൂയി റിവറിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. ബാലി ദ്വീപ് ലക്ഷ്യമാക്കി പോവുകയാണ്. ബോട്ടിനിപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇളക്കമുണ്ട്. ഇത് ബോട്ട് ശരിക്കും പറഞ്ഞാൽ കുലുങ്ങുകയാണ്. തായ്വാൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന ടാംസൂയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ടാംസൂയി കാഴ്ചകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടാംസൂയി വന്നിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുന്നത് ട്രാൻസ്ഫോമേഴ്സിലെ ബംബിൾ ബി ആണ്. സംഭവം നല്ല ഒറിജിനാലിറ്റിയാണ്. ആളുകൾ ഇതിനെ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. താങ്ക് യു. നല്ല തിരക്കാണ് ഇന്ന് ടാംസൂയിൽ അനുഭവപ്പെടുന്നത്. അത്യാവശ്യം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ടാംസൂയി കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് പോയി കാണുന്നത് ഗോൾഡൻ റിവർ സൈഡ് പാർക്കിലെ കാഴ്ചകളാണ്. ഒരുപാട് സ്ട്രീറ്റ് പെർഫോമൻസുകൾ ഇവിടെ നടക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു തായ്വാൻ ചേച്ചി പാത്രങ്ങൾ വെച്ചുള്ള ഒരു പെർഫോമൻസാണ്. അപ്പം മൊത്തം സ്ട്രീറ്റ് പെർഫോമൻസും എല്ലാം കൊണ്ട് ആകെ നല്ല തിരക്കിലാണ്. ലൈവാണ് ടാംസൂയി. അപ്പോൾ ആൾക്കാരെല്ലാം ഈ സ്ട്രീറ്റ് പെർഫോമൻസുകൾ എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബക്കറ്റ് പെർഫോമൻസ് കണ്ടിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കപ്പിൾ ഡാൻസാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തായാലും തായ്വാനിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. ഇവിടെ വന്ന് ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഈ ഒരു എനർജിയും വൈബും ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. നല്ല പ്രായമായ ആൾക്കാരാണ്, ഈ 10-70 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഈ ഡാൻസ് കളിച്ച് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നത്. പട്ടങ്ങളും ബബിളുകളും ഒക്കെ ഉള്ള മനോഹരമായ കടയാണ്. ഇവിടെ ഒരുപാട് കടകൾ, ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും. ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകളാണ് വളരെ സെറ്റപ്പായിട്ട് ഉണ്ടാക്കി. How much for 100? All 100? ഇതിനെല്ലാം $100. ക്യാറ്റ് വാട്ടർമെലനുണ്ട്. ഇത് മേടിക്കാം. ദിസ് വൺ. ഇത് നമ്മൾ മേടിക്കുകയാണ്. വളരെ മനോഹരമാണ് ഈ ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. താങ്ക് യു. ഇത് ഇവിടെ ഒരുപാട് പ്രാവുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കോപ്പി ഹാൻഡ് നിർമ്മിക്കുന്ന കടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിർമ്മിച്ചു തരുന്ന മോഡലുകളാണ് ഡിസ്പ്ലേ
ിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടുന്ന് ഇൻസ്റ്റൻ്റായിട്ട് നിർമ്മിച്ചു തരും. ഈ കാണുന്നത് പോലെ 2 ലായനികളിൽ മാറി മാറി കൈമുക്കി ഒരു പ്രത്യേക രീതിയിലാണ് ഈ കോപ്പി ഹാൻഡ് നിർമ്മിക്കുന്നത്. കുറച്ച് തവണ ഇങ്ങനെ മാറി മാറി കൈമുക്കുന്നതോടുകൂടി നമ്മുടെ കയ്യിലൊരു മെഴുക് പോലൊരു കോട്ടിങ് രൂപപ്പെടുന്നു. അതിസൂക്ഷ്മമായിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ കയ്യിൽ നിന്നും ഈ ഒരു മെഴുക് ഊരിയെടുത്ത് അതൊരു സ്റ്റാൻഡിൽ ഒട്ടിച്ച് പ്രത്യേകമായിട്ട് കളറിൽ മുക്കിയാണ് നമുക്ക് തരുന്നത്. ഇത്രയും ചെയ്തു തരാനായിട്ട് $100 മാത്രം നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ തന്നെ വലിയ ക്യൂ ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ ഈ കോപ്പി ഹാൻഡ് വാങ്ങിക്കാൻ വരുന്നതെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കോപ്പി ഹാൻഡ് നമ്മുടെ കയ്യിൽ. നമ്മളിന്ന് നല്ല തണുപ്പാണെന്ന് വിചാരിച്ചാണ് ടാംസൂയിലേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആകെപ്പാടെ വെയിൽ, ജാക്കറ്റൊക്കെ ഇട്ട് വന്നതുകൊണ്ട് വേർത്ത് കുളിച്ച ഒരു പരുവമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഒരു തൊപ്പി മേടിച്ച് തലയിൽ വെച്ചിട്ടാവും ബാക്കി കാഴ്ചകൾ കാണുന്നത്. ഫ്രണ്ട് ചുളുങ്ങിയായിരിക്കുന്നത് അല്ല ചെറു ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ പല ടൈപ്പ് സെയിം സാധനം ഇന്ത്യയിലുള്ളത് അവിടെ തൊപ്പി വെച്ച് സെറ്റായിരിക്കുകയാണ്. പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഈ വെയിലത്ത് തൊപ്പി വെച്ചില്ലേ കരിഞ്ഞു പോകുന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തൊപ്പി മേടിച്ച് സെറ്റാക്കിയിരിക്കുന്നത്. പാള പോലെ ഇരിക്കുന്ന തൊപ്പിയാണ്. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിലിൻ്റെ ഈ ചൂടിനെ അതിജീവിക്കാനായിട്ടുള്ള ഇവിടെ നോക്കുമ്പോഴേ നല്ല കരിമ്പിൻ ജ്യൂസ് ഫ്രഷായിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, അതും കൂടെ ഓരോന്നും മേടിച്ച് കുടിക്കാം. നമ്മളിവിടെ കണ്ടതല്ലടാ, ലൈവായിട്ട് അടിച്ചൊഴിക്കോ. ഓ സൂപ്പർ കരിമ്പിൻ ജ്യൂസ്. ഇത്ര നല്ല ജ്യൂസ് ഇതുവരെ നമ്മൾ നാട്ടിൽ പോലും കുടിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളിയാ. അല്ല ഈ കാണുന്നത് തായ്വാനിലെ പ്രസിദ്ധനായ ഒരു തുർക്കിഷ് ഐസ്ക്രീമാനാണ്. തുർക്കിഷ് ഐസ്ക്രീമാനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. $50 ഒരു ഐസ്ക്രീമിന് ഇവിടെ വില. പക്ഷേ അത് മേടിക്കണമെങ്കിൽ നമ്മൾ $100 പണിയെടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ 5 കൊല്ലം മുന്നേ നമ്മളിവിടെ വന്നിരുന്നു. 5 കൊല്ലം മുന്നേ ടാംസൂയിൽ വന്നപ്പോൾ അന്ന് ഇതേ ഐസ്ക്രീമാൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ തുർക്കിഷ് ഐസ്ക്രീം വാങ്ങിച്ചത്. ഇപ്പം ഞാൻ ഓർക്കുകയാണ്. Oh my god. Thank you. ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ഈ ഷോപ്പിലാണ്. ഇനി ബലൂൺ എറിഞ്ഞ് വീഴ്ത്തുന്ന കലാപരിപാടിയാണ്. 6 ചാൻസാണ് ഉള്ളത്. അപ്പോൾ 6 ഇതും എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കിട്ടിയിരിക്കാം. അയ്യോ തീർന്നു. ഇത് ഈസി ആയിരുന്നു. 2 പൊട്ടിയതോടുകൂടി ആള് കാണിക്കണ്ട, അങ്ങോട്ട് കേറി നിൽക്കുകയാണ്. ആളുടെ എത്ര 1000 രൂപ പോയെന്ന് തോന്നുന്നു. അപ്പൊ ചെറിയൊരു പ്രോത്സാഹന സമ്മാനം തന്നിരിക്കുകയാണ്. നമ്മൾ തോറ്റുപോയെങ്കിലും ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അഖിൽ വന്നിരിക്കുകയാണ്. ആ മഞ്ഞ തന്നെ എടുത്തു. നമുക്ക് ആ മഞ്ഞല്ല, ആ മഞ്ഞ. അപ്പൊ ഒന്നാമത്തെ ചാൻസ്. അങ്ങനൊന്നുമില്ല, 6 തീർക്കണമെന്നുള്ളൂ. ആ ലൈനിൽ തന്നെ പൊട്ടിക്കണം ഇനി. 2 3 4 അയ്യോ ജസ്റ്റ് ഓ
ഇവിടുന്ന് ബാലിക്ക് അക്കരയ്ക്കുള്ള ബോട്ടിന് ക്യൂ നിൽക്കുന്ന ആളുകളുടെ തിരക്കാണിത്. നമ്മളിവിടെ ക്യൂ നിൽക്കേണ്ടി വരും. ബാലി റൗണ്ട് ട്രിപ്പ് 5 അതെ റൗണ്ട് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലിക്ക് പോകാൻ വേണ്ടിയിട്ട് 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളവിടെ പോയി പെട്ടെന്ന് പോയി ക്യൂ നിൽക്കാം. 5 കിട്ടിയോ? ആ പോട്ടെ. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കി പോയി നിൽക്കണം. ബാലിക്ക് ഒരു ബോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ബോട്ട് വന്നാൽ ചിലപ്പോൾ നമുക്ക് അതിൽ പോകാൻ പറ്റുമായിരിക്കും. നമുക്കുള്ള ബോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേവുൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബാലിക്ക് പോകണമെന്നും പറഞ്ഞിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നാണ് നമുക്ക് ബാലിക്ക് പോകാനായിട്ടൊരു അവസരം ഒരുങ്ങി വരുന്നത്. അതെ അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഏത് സമയത്താണ് സാധിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും, നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും ഇത്തരം ട്രിപ്പുകൾ നമുക്ക് പോകാൻ പറ്റുന്നത്. നമ്മൾ ടിക്കറ്റ് ഇവിടെ വാങ്ങിച്ചു. അപ്പോൾ ഇത് നോക്കിയാൽ വലിയ മീനാണല്ലോ. ഇത് നോക്കിയേ, ഇവിടെ ശരിക്കും നല്ല പിടയ്ക്കുന്ന മീനുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 100 കണക്കിന് മീനുകളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ബോട്ടിലേക്കുള്ള ക്യൂവിലായിരുന്നുകൊണ്ട് നമുക്കതിനെയൊന്നും ക്യാമറയിൽ പകർത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ബോട്ടിനുള്ളിലേക്ക് കയറി പോകേണ്ടി വന്നു. വളരെ വലിയൊരു ബോട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാലിക്കുള്ള നമ്മളുടെ സ്വപ്ന യാത്രയാണിന്ന്. ദേവ് പറയുന്നത് ഈ ബാലിയിലോട്ടല്ല പോകേണ്ടത്, ഇന്തോനേഷ്യ ബാലിയിലോട്ടാണെന്നാണ്. ടാംസൂയി റിവറിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. ബാലി ദ്വീപ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ ബോട്ടിൽ നമുക്ക് 15 മിനിറ്റോളം ഏകദേശം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ബാലി തീരത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ടാംസൂയി റിവർ കടലിനോട് ചേരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഓളവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബോട്ടിന് ചെറിയൊരു കുലുക്കം നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ബോട്ടിനിപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇളക്കമുണ്ട്. ഇത് ബോട്ട് ശരിക്കും പറഞ്ഞാൽ കുലുങ്ങുകയാണ്. ഇത് ഒരു കായലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും കുളിർ കാറ്റും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പകൽ മൊത്തം നല്ല വെയിൽ കൊണ്ട് അവിടെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോട്ട് യാത്ര വളരെയധികം കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ്. ശരിക്കും 15 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. സമയം പോകുന്നത് തന്നെ അറിയത്തില്ല. ഒപ്പം തന്നെ ബാലി തീരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചകളും അതിമനോഹരമാണ്. ചെറിയൊരു കുന്ന് നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബാലിയിലേക്കുള്ള ഈ ഒരു യാത്ര ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഒരു ആനന്ദകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ട് ബാലി തീരത്തോട്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ആ ഒരു ബോട്ട്. ബോട്ടൊക്കെ അടുപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ നിറം ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കായൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബോട്ടൊക്കെ കൊണ്ട് അടുപ്പിക്കാനായിട്ട് കായലിൻ്റെ നടുവിലേക്കായിട്ട് കല്ലൊക്കെ ഇട്ട് നികത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. വെറും 80 രൂപ ടിക്കറ്റിൽ ഇവരെ എല്ലാം ബാലിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ബാലിയിൽ വന്നപ്പോൾ ടാംസൂയിലേക്കാളും ആളാണ് ഇവിടെ ബാലിയിൽ. എന്തായാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ടോയ് കാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ മ്യൂസിക്കൊക്കെ ഈ കാറിലുണ്ട്. ഒപ്പം തന്നെ ഓരോ കാറും വ്യത്യസ്തമാണ്. കോഴിയുടെയും താറാവിൻ്റെയും ചെമ്മരിയാടിൻ്റെയും ഒക്കെ രൂപത്തിലാണ് ഓരോ ടോയ് കാറുകളും. എന്തായാലും കുട്ടികൾക്ക് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും.
ഇവിടെ വലിയ ഫുഡ് സ്റ്റോളുകളൊക്കെ ഒരുപാടുണ്ട്. തായ്വാനി സോസേജ് റാപ്പിഡ് ഇൻ സ്റ്റിക്കി റൈസ്. നമ്മുടെ അവിടെ 75 നമുക്ക് പറ്റിയ ബ്രൗൺ ഷുഗർ ജിഞ്ചർ ടീ ഒക്കെ ഉണ്ട്. കണ്ടലിനത്തിൽപ്പെട്ട കുറേ ചെടികൾ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്, കുറേ മരങ്ങൾ. അതൊരു പക്ഷേ ഈ തീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, മണ്ണൊലിപ്പിൽ നിന്നുമൊക്കെ. ഈ കാണുന്ന സ്നാക്സ് കിട്ടുന്ന കടയിൽ ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട്. എന്തായാലും നല്ല കച്ചവടമുള്ളൊരു കടയാണ്. എന്തായാലും നമുക്കും കുറച്ച് സ്നാക്സ് മേടിക്കാം. അതിനായിട്ട് അനൂപ് ക്യൂ നിൽക്കുകയാണ്. നല്ല ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന കടികളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അതെങ്ങനെയുണ്ട്? സീ ഫുഡ് ഫ്ലേവർ. സീ ഫുഡ് വേണ്ട, പീനട്ട് വേണം. സീ ഫുഡ് വേണ്ടിയിട്ട് നല്ല മൊരിഞ്ഞായിരിക്കുന്നു. ഓക്കെ മേടിച്ചു. അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് ആവശ്യത്തിന് സാധനം വാങ്ങിച്ചിട്ട് വെജിറ്റബിൾ ഏതായാലും കുഴപ്പമില്ല. സൂപ്പർ. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, കാലി. തൈവാനീസ് സോസേജ് റാപ്പിഡ് സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഗുഡ്. മനോഹരമായ വോക്ക് വേ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സായാഹ്ന സമയത്ത്, ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാംസൂയിലായിരുന്നപ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു ഈ ഒരു സമയത്ത്. പക്ഷേ ഇവിടെ ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കൊള്ളാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും ഈ ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ബാലി തീരത്ത് ടാംസൂയി റിവറിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഒരു സൈക്കിൾ ട്രാക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു സൈക്കിളൊക്കെ ഇവിടെ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. അങ്ങനെ ഒരു സൈക്കിൾ ഇതിൽ ചവിട്ടുവാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ഇത്രയും ലേറ്റായി പോയതുകൊണ്ട് ഇനിയിപ്പോൾ സൈക്കിളൊന്നും എടുക്കുന്നില്ല. എന്തായാലും മനോഹരമായൊരു സൈക്കിൾ ട്രാക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു അവസരത്തിൽ ഇവിടെ വന്ന് ഈ ഒരു സൈക്ലിങ് എൻജോയ് ചെയ്യണം. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ. ഓ അത് നോക്കി, അതെല്ലാം ഒന്ന് കയറാൻ പറ്റുവാണോ മോനെ? അത് നോക്ക്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ചെന്നാൽ അവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അവിടുന്ന് സൺസെറ്റ് കാണാൻ സാധിക്കുമായിരിക്കും. ഓ പെട വായനയാണ്. ഫോണെടുത്ത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഷൂട്ട് ചെയ്ത് ഫോൺ.
ടാംസൂയേക്കാളും വളരെ വ്യത്യസ്തമാണ് ബാലി. ടാംസൂയി ഓൾഡ് സ്ട്രീറ്റ് വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ബാലി കുറച്ചുകൂടി ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകളാണ്. നല്ല തിരക്കാണ് ഇപ്പോഴും ഇവിടെ. ആളുകളെല്ലാം ഈ ഒരു സായാഹ്നം അതിമനോഹരമായിട്ട് ആഘോഷിക്കാനായിട്ട് ഈ ബാലിയുടെ തീരത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. എന്തായാലും സൺസെറ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ്, സൺസെറ്റിനെ വെല്ലുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാന്തരം സ്പൈസി ഗ്രിൽഡ് കോൺ കിട്ടുന്ന കടയാണിത്. ഒരുപാട് പേര് ഈ ബീച്ചിൽ ഇത് കഴിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓ അത് നോക്കിയേ, ഇതിൻ്റെ കളർ നോക്കി. ലാസ്റ്റ് ബോട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് തിരിച്ച് ടാംസൂയിക്ക് പോകാനായിട്ട്. ഈ ബോട്ട് മറുകര പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. സൂര്യൻ മറഞ്ഞതിന് ശേഷമുള്ള ബാലി തീരത്തിൻ്റെ കാഴ്ചയാണ്. നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇതാ മറ്റൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാലിയിൽ നിന്നും ടാംസൂയിലേക്ക് തിരികെ പോവുകയാണ്. ബാലിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ രൗദ്രഭാവത്തിലുള്ള ടാംസൂയി തടാകത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ ഈ മടക്കയാത്രയിൽ തികച്ചും വ്യത്യസ്തമായ ശാന്തമായി ഉറങ്ങുന്ന മറ്റൊരു തടാകമാണ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മനോഹര പെയിൻറ്റിംഗ് കാണുന്നത് പോലുള്ള കാഴ്ചകളാണ് ഈ ബോട്ടിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടാംസൂയി ബാലി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.